+2 സോഷ്യൽ വർക്ക് ഓൺലൈൻ ക്ലാസ്സുകളിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ മൂന്നാമത്തെ ചാപ്റ്ററിലെ ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന വിഷയത്തിൽ ലീഡർഷിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന ആശയവിനിമയം എന്ന വിഷയത്തിലേക്കാണ് ചർച്ച കേന്ദ്രീകരിക്കുന്നത്. ദൈനംദിന ജീവിതത്തിൽ നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കും, വളരെ നല്ല രീതിയിൽ വളരെ ആക്റ്റീവായിട്ട് ആശയവിനിമയം നടത്തുന്നവരെ. അവരെ നമുക്കിഷ്ടവുമാണ്. The one who communicates interestingly creates interest in other people. So communication is very important in everyone's life. ഒരു ശരിയായ ആശയം ശരിയായ സമയത്ത് ശരിയായ ടൂൾ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒത്തിരി പ്രയാസങ്ങളിൽ നിന്ന് വി ആർ ഗെറ്റിംഗ് സേവ്ഡ്. നമ്മൾ നേരത്തെ സോഷ്യൽ വർക്കിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് പഠിച്ചു. അവിടെയെല്ലാം സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ലീഡർഷിപ്പ് സിദ്ധിയെപ്പോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സിദ്ധിയും സ്കില്ലും വളരെ പ്രധാനമാണ്. എന്താണ് കമ്മ്യൂണിക്കേഷനിൽ സംഭവിക്കുന്നത്? ഒരു വ്യക്തി തൻ്റെ ആശയം മറ്റൊരു വ്യക്തിയുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ അവരുടെ ആശയങ്ങൾക്ക് ഒരു പൊതുവായ സ്വഭാവം ഉണ്ടാകുമ്പോൾ അവിടെ കമ്മ്യൂണിക്കേഷൻ നടന്നു കഴിഞ്ഞു. ഇൻ സിമ്പിൾ ടേംസ്, as Caton says, communication can be defined as the process of transmitting information and common understanding from one person to another. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ആശയങ്ങൾ വളരെ സ്മൂത്തായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുമ്പോൾ അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു. The word communication comes from a Latin word called communicare, which means to share in common. എൻ്റെ ആശയം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ അവിടെ എൻ്റെ ഐഡിയ കോമൺ ആവുകയാണ്, ഞാനും നിങ്ങളും തമ്മിൽ. സോ ഐ എം കൺവേയിങ്, ഐ എം ട്രാൻസ്മിറ്റിംഗ് മൈ ഐഡിയാസ് ടു യു. So, you are creating the same idea in your mind. Adana commonality. In common, the idea becomes common between me and you. So, in simple terms, it's a process of transmitting information and an understanding. Communication, oralde capacity ആശ്രയിച്ചിരിക്കുന്നു. If a person is having ability to convey the message in a smooth way, in a proper way, in an appropriate way, and if he is getting a response from the listener, there is a communication happening. In simple terms, communication ennu parayunnathu it's a two-way process. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്കും അയാളിൽ നിന്ന് തിരിച്ചും അങ്ങനെ സംഭവിച്ചാൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ പൂർണ്ണമാകുന്നുള്ളൂ. So let's understand what is the process of communication. We can see there are certain common elements which needs to be there for a communication process to happen. അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന, ആശയവിനിമയം നടത്താൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാകണം. He is called a sender of a message. Or we can say it is a source. Or we can say he is an encoder. ഒരാശയം മനസ്സിലുണ്ടത് നമ്മൾ മറ്റുള്ളവരിലേക്ക് പറയാൻ ആഗ്രഹിക്കുന്ന ആ സോഴ്സിനെയാണ് സെൻഡർ എന്ന് പറയുന്നത്. സോ ദർ ഷുഡ് ബി എ സെൻഡർ, ദർ ഷുഡ് ബി എ സോഴ്സ് ഫോർ എ കമ്മ്യൂണിക്കേഷൻ. മറ്റൊന്ന് നിർബന്ധമായിട്ടും വേണ്ട ഒരു കാര്യമാണ്, ദർ ഷുഡ് ബി എ മെസ്സേജ് ഓർ എ കണ്ടന്റ്. എന്താശയമാണ് വിനിമയം നടത്താൻ ആഗ്രഹിക്കുന്നത് എന്ന് വേണ്ടി. സോ ദർ ഷുഡ് ബി എ കണ്ടന്റ് ഓർ എ മെസ്സേജ് ടു ട്രാൻസ്മിറ്റ്. ഇത് ഒരു വ്യക്തിയുടെ ആശയങ്ങളാകാം. ഇറ്റ് ക്യാൻ ബി എൻ ഐഡിയ, ഇറ്റ് ക്യാൻ ബി എ ഫീലിംഗ്, it can be a piece of information, and when this piece of information is transmitted through a channel, ഒരു പ്രത്യേക മാധ്യമത്തിലൂടെ അത് നമ്മൾ പകർന്നു നൽകുമ്പോൾ അവിടെ മറ്റൊരു എലമെൻ്റ് കൂടെ വന്നു, എ മീഡിയം ഓർ എ ചാനൽ. So we have a center, there is an idea which is called a content, and this idea is getting transmitted through a medium. എങ്ങോട്ടാണ് പോകുന്നത് ഈ ആശയം? ഇത് ഒരു റിസീവറിലേക്കാണ് പോകുന്നത്, ശ്രോതാവിലേക്ക് പോകുന്നു. അദ്ദേഹത്തിന് സെൻഡർ അയക്കുന്ന
ആശയം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ മാത്രമേ അതിനെ റിസീവർ എന്ന് പറയാൻ പറ്റൂ. ഒരു സോഴ്സ്, എ സെൻഡർ, there is a content is transmitted through a medium, and of course this is intended for a receiver. ഈ റിസീവർ സെൻഡറിന് തിരിച്ച് അദ്ദേഹത്തിൻ്റെ ഫീഡ്ബാക്ക് കൊടുക്കുന്നു. So there is a feedback. We can say how the communication happens. It's through a process when a sender who has got an idea, he encodes the idea and transmits the idea through receiver who decodes it and sends back the feedback to the sender. So there is also encoding and decoding happens. Say for example, what is encoding? I'm telling you, a train runs at this kilometer per hour. ഒരു ട്രെയിൻ എന്നുള്ള ആശയം എൻ്റെ മനസ്സിൽ നിന്ന് നിങ്ങളുടെ മനസ്സിനകത്തേക്ക് വരണമെങ്കിൽ ഈ ട്രെയിൻ എന്ന് ഞാൻ പറയുമ്പോൾ ദിസ് ഈസ് എൻ അബ്സ്ട്രാക്റ്റ് കോൺസെപ്റ്റ്. ഇതിനെ ഞാൻ എൻ്റെ മനസ്സിലിരിക്കുന്ന ആ നീളത്തിലുള്ള വാഹനം ട്രെയിൻ എന്ന് നിങ്ങളോട് പറയുമ്പോൾ അതിനെ ഞാൻ എൻകോഡ് ചെയ്തിട്ടാണ് ട്രെയിൻ എന്നാക്കുന്നത്. അത് നിങ്ങളുടെ മനസ്സിനകത്തേക്ക് വരുമ്പോൾ ആ മനസ്സിൽ നിങ്ങൾ ഈ ട്രെയിൻ എന്ന് കേൾക്കുന്ന ആ കേൾവിയിൽ നിന്ന് നിങ്ങളുടെ മനസ്സിനകത്തേക്ക് ഒരു ആശയം രൂപീകരിക്കുകയാണ്. യു ആർ അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ദിസ് ഈസ് എ ട്രെയിൻ വിച്ച് ഹാസ് ഗോട്ട് ലോങ്, ഇറ്റ്സ് എ ലോങ് വെഹിക്കിൾ. സോ റിസീവർ ഈസ് ഡീകോഡിങ് ഇറ്റ്. സോ വെൻ എ സെൻഡർ encodes an idea and transmits this idea through a medium to the receiver who decodes it, and once understood everything he gives a feedback. ചിലർ ഫീഡ്ബാക്ക് കൊടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് ക്ലാസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സാധാരണഗതിയിൽ ക്ലാസ്സിലെ സിറ്റുവേഷൻസ് നോക്കുക. യു വിൽ ബി വളരെ വിദഗ്ധമായി ചില കുട്ടികൾ കോട്ടുവായിടുന്നത് കാണാം. ദാറ്റ്സ് എ ഫീഡ്ബാക്ക് ഗിവൺ ടു ദ ടീച്ചർ. കം ഓൺ യാറേ, ഐ എം ഗെറ്റിംഗ് ബോർഡ്, ഓർ യുവർ ടോപ്പിക് ഈസ് നോട്ട് ഓഫ് ഇൻട്രസ്റ്റഡ് അല്ല. So this is the feedback a sender is receiving. So this is from the receiver it goes. So it is a two-way communication. This is the process. So in simple terms, the sender encodes the message and transmits it through the most appropriate channel or a medium to the receiver, who decodes it and sends back the feedback, the corresponding feedback to the sender. This is the process of communication. വിവിധ തരം കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. ആശയവിനിമയം നമുക്ക് പല രീതിയിലാണ്. മേ ബി ബേസ്ഡ് ഓൺ കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ആൻഡ് ദി മീഡിയം യൂസ്ഡ്. The communication can be classified based on the style and purpose of the communication. Let's see. Based on medium and channels. നമ്മൾ വാക്കുകൾ കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. When we are conveying the messages through words, through the medium of words, it's called verbal communication. We use words for this. When we are not using words, through our body language, we say like this, blinking the eyes, we show some gestures, we show some body languages. These are called non-verbal communications. So, based on the medium or the channel used, the communication is divided into verbal and non-verbal communications. In verbal communication itself, use of words can be through speaking. So it is called oral communication. And the same words can be through writing. It's called a written communication. So when there is a face-to-face interview, when there is a speech, when there is a telephonic conversation, when there is a shouting through words, these are called verbal oral communication. But when you are conveying through words in a written form, let's say through email, through letters, through leaf letters, through newspaper, here we use the words but written communication. So verbal communication itself is further divided into oral and written communications. Of course, in written communication, you need to be very careful in using the words, the language, the vocabulary, the grammar. All these things are very important. Oral communication anengil, pettannu this is very fast. I speak, you understand, you give me the feedback. എന്നാൽ റിട്ടൺ കമ്മ്യൂണിക്കേഷനിലാണെങ്കിലോ ഇറ്റ്സ് ടൈം കൺസ്യൂമിങ്. ടുഡേ ഐ റൈറ്റ് ടു യു, ഇറ്റ് റീച്ചസ്, ഓർ ഐ എം റൈറ്റിംഗ് എൻ ഇമെയിൽ ടു യു, ഇറ്റ് കംസ് ടു യു മേ ബി
and instantly it comes to you, but you are reading maybe after 1 week. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഫീഡ്ബാക്ക് എനിക്ക് അതിനനുസരിച്ചാണ് വരുന്നത്. സോ ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ്. ആൻഡ് ഓഫ് കോഴ്സ് ഫോർമൽ രീതിയിലുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇൻ സിമ്പിൾ ടേംസ്, ഇഫ് വി ക്യാൻ സീ verbal, non-verbal. Verbal communication itself is further divided into oral communication and written communication. Now let's see another classification of communication. It is based on style and purpose. You know, when you're working in a corporate organization, in a professional organization, of course you need to formally communicate. അതെന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഒരു പക്ഷേ പ്രൊഫഷണൽ മീറ്റിംഗ് ആയിരിക്കാം. Let's make staff meeting in our school. It's a formal communication. The formal communication itself is further divided into two. One is vertical communication and the other one is horizontal communication. Vertical means nere, horizontal kuruge. Nere means, for example, principal is giving an order to the teacher. Teacher, you have to do 1, 2, 3. So it is downward communication which is happening in the vertical communication. So in the formal communication, there is vertical and horizontal. In vertical itself, there are two types, which is downward communication and the other one is upward communication. Class leader goes to the principal and asks for, we need to have a PT period. So it's a formal communication which is going there, and so there is always a hierarchy in the formal system. ഓർഗനൈസേഷണൽ സ്ട്രക്ചർ വേണം, പല തട്ടുകൾ വേണം. അങ്ങനെയാണെങ്കിൽ ഫോർമലായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഓഫ് കോഴ്സ് വെൻ വി ആർ ടോക്കിംഗ് അബൌട്ട് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ, ഒരേ തലത്തിലുള്ളവർ തമ്മിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ ആശയവിനിമയം നടത്തുന്ന രീതിയാണത്. ടീച്ചേഴ്സ് തമ്മിൽ മാത്രം സംസാരിക്കുന്നത് ഇറ്റ്സ് എ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. മാനേജേഴ്സ് എല്ലാം കൂടി ഒരു ഓർഗനൈസേഷനിൽ സംസാരിക്കുന്നത് ഇറ്റ്സ് എ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ, ഹൊറിസോണ്ടൽ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഈസ് സ്പീക്കിംഗ് ടു എ മാനേജർ. ദിസ് ഇസ് vertical communication, which is downward. In a formal setup, ഒരു ഓർഗനൈസേഷനിൽ ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഒരു മാനേജറിനോട് സംസാരിക്കുകയാണെങ്കിൽ, ആശയവിനിമയം നടത്തുകയാണെങ്കിൽ, of course this is downward communication, which is under formal communication and vertical downward. When we are talking about informal communication, your child is speaking to you, mama or daddy, I want to go. There is no formality there. The child wants to cry to you, it will cry. It will show whatever type of informalities with you. So there is no formality. It's very casual talk. When colleagues are meeting, when peers are there, when you are in the ground, you speak like that. This is happening in informal communication. So when we are talking about based on communication based on channels and medium used, we can see verbal. In verbal itself, oral and written communication. And there is non-verbal communication where the people are using the sender and the receiver, they are using mostly the body language. For example, you want to show disinterest, or your dad is shouting at you for something, for your mischief. You cry, you are not speaking anything. That is non-verbal communication, and you are showing your grudge towards him. Achaya enikku ishtappettilla. Or you show some kind of an interest and you go and hug him. There you are showing your love towards your father. That's informal communication, non-verbal communication. When we are talking about communication based on style and purpose, you can see in this picture, it's in an organization. ഒരു സ്ഥാപനത്തിൽ അതിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടാകും, ഡയറക്ടേഴ്സ് ഉണ്ടാകും, മാനേജേഴ്സ് ഉണ്ടാകും, അസിസ്റ്റൻറ്റ് മാനേജേഴ്സ് ഉണ്ടാകും, സൂപ്പർവൈസേഴ്സ് ഉണ്ടാകും. ഇവിടെ നമ്മൾ ഫോർമലായിട്ട് every week an organization calls for the managers meeting. It's a formal communication. There is a hierarchy where
There is upward communication and downward communication. അതുപോലെ തന്നെ horizontal communication, when people of same level are communicating each other, this is horizontal communication. You can see this picture. Informal communication. Grandma and grandchildren, they enjoy their time. They speak whatever comes to their mind. There's no restriction. They use local language, local slang, dialects, whatever. അവിടെ പ്രത്യേക റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ, വെർബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ടൈപ്സ് നമുക്ക് പഠിക്കാനുണ്ട്. It's very important to understand what are the barriers to communication. ഹലോ, ഒന്നിങ്ങ് വരാമോ? ഈ റൂമിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് കേൾക്കണമെന്നില്ല ഇത്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ദ വാൾ ഈസ് എ ബാരിയർ. ഇംഗ്ലീഷ് ഒട്ടും അറിയാൻ വയ്യാത്ത ആൾക്കാരോട് ക്യാൻ യു കം ഹിയർ എന്ന് ചോദിച്ചാൽ അവർക്ക് മനസ്സിലാകുമോ? ഒരിക്കലുമില്ല. There is a language barrier. For example, in your text you can see, you are all going for a tour and someone is stuck in Kashmir or Calcutta or Delhi. One person is missed. He missed the bus while making the purchases or whatever. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അടുത്ത് നിൽക്കുന്ന ഒരു കടക്കാരനോട് പോയി ചോദിക്കുകയാണ്, എൻ്റെ ബസ്സിനെ കണ്ടോ? In your local language, in Malayalam for example, അദ്ദേഹം പറയും, നീ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. So by the time he sees the bus is going and he is shouting, "Hi!" He is not going to the policeman or informing them. അത് ഇപ്പോൾ മിസ്സായി. ഇദ്ദേഹത്തിൻ്റെ ഈ വിളി ലാംഗ്വേജ്, അല്ലെങ്കിൽ ആ കടക്കാരനോട് ചോദിച്ച ചോദ്യം ലാംഗ്വേജ് ബാരിയർ കാരണമാണ് അത് സംഭവിച്ചത്. നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് അല്ലെങ്കിൽ ഒരു സൈൻ, ഇതെല്ലാം റിസീവറിനും മനസ്സിലാക്കാൻ പറ്റണം. അത് മനസ്സിലായില്ല എങ്കിൽ there is a barrier. So it's called a language barrier. There is one more, psychological barrier. For example, if the receiver is very stressful and angry, of course, whatever you speak, they will not listen. മാനസികമായിട്ട് they are reluctant. അവർ തന്നെ ഒരു തടസ്സം സൃഷ്ടിച്ചിരിക്കുകയാണ്. No, I don't want to hear you. So it's called psychological barrier. അടുക്കളയിൽ നിന്ന് അമ്മ വിളിക്കുകയാണ്, മോളെ ഒന്നിങ്ങോട്ട് വരാമോ, പാത്രം കഴുകാനുണ്ട്. കേട്ടെങ്കിൽ പോലും പോകണമെന്നില്ല ആ കുട്ടി. എന്താണ്? The receiver has set a psychological barrier. Come on, I didn't listen. There is physiological barriers. For example, a person who cannot hear, hearing impaired person, അദ്ദേഹത്തിനോട് എത്രത്തോളം വാക്കുകൾ കൊണ്ട് സംസാരിക്കാമോ അത്രത്തോളം ബാരിയറേ ഉണ്ടാകത്തുള്ളൂ. അത് ഇഫക്റ്റീവ് ആകത്തില്ല. ബിക്കോസ് ഹി ഈസ് നോട്ട് ലിസണിങ്. ദർ ഇസ് എ ബാരിയർ ഫോർ ഹിസ് ഇയർ. സോ ദിസ് ഇസ് ഫിസിയോളജിക്കൽ ബാരിയർ. ഓൾസോ ഫിസിക്കൽ ബാരിയർ, ആസ് ഐ മെൻഷൻ ബിഫോർ. ഡിസ്റ്റൻസ്, ഒത്തിരി ദൂരം, ഹലോ കേൾക്കണമെന്നില്ല. അല്ലെങ്കിൽ ഒത്തിരി ശബ്ദമുള്ള സ്ഥലത്താണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, കേൾക്കണമെന്നില്ല. ദർ ഇസ് എ ബാരിയർ. ദിസ് ബാരിയർ ഈസ് കോൾഡ് ഫിസിക്കൽ ബാരിയർ. ഒരു ചുവരിന് അപ്പുറത്ത് നിൽക്കുന്ന ആളോട് പതുക്കെ സംസാരിച്ചിട്ട് കാര്യമില്ല, കേൾക്കില്ല. ദർ ഇസ് എ ബാരിയർ. അതൊരു തടസ്സമാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ പ്രോപ്പറായിട്ടുള്ള മീഡിയവും പ്രോപ്പറായിട്ടുള്ള ചാനലും യൂസ് ചെയ്യേണ്ടി വരും. If you want to talk to the person who is sitting in the other room, take a telephone, speak to him. അത് പ്രോപ്പർ മീഡിയമാണ്. അതല്ലെങ്കിൽ physically you go there and speak to him. That is the proper medium. Otherwise, these are physical barriers. Attitudinal barriers, as I mentioned before, behavior or perception that prevent people from communicating. എനിക്ക് ഇഷ്ടമല്ല ഇയാൾ, അതുകൊണ്ട് ഇയാൾ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല. എന്ത് ചെയ്യാൻ പറ്റും? ആ ഇഷ്ടക്കേടെന്ന് പറയുന്നത് ഒരു ആറ്റിറ്റ്യൂഡിനൽ ബാരിയറാണ്. വാട്ട് എവർ ബി, ഇഫ് ദിസ് മേ റിസൾട്ട് ഫ്രം ദ പേഴ്സണാലിറ്റി കോൺഫ്ലിക്ട്സ്, ലാക്ക് ഓഫ് മോട്ടിവേഷൻ. മോട്ടിവേറ്റഡ് അല്ലാത്ത ക്ലാസ്സിൽ നമ്മൾ എത്ര ഇരുന്നാലും കേൾക്കത്തില്ല. ബിക്കോസ് യുവർ ആറ്റിറ്റ്യൂഡ് ഷോസ് ദാറ്റ്, സോറി, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. സോ generally speaking, there are 5 types of barriers. One is language barrier, physiological barrier, psychological barrier, physical barrier, and attitudinal barrier.
how the communication can be made more effective. എന്തൊക്കെ ചെയ്യാൻ പറ്റും? Effective communication helps the person to deal with the situation. It solves so much of problems, conflicts. നല്ല രീതിയിൽ ഇഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ഒത്തിരി സിറ്റുവേഷൻസിൽ നിന്ന് നമുക്ക് കടന്നു വരാൻ പറ്റും. ഇറ്റ് ക്യാൻ ഇംപ്രൂവ് ഡിസിഷൻ മേക്കിംഗ്. ഒരു സ്ഥാപനത്തിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ സ്ഥാപക നേതാവ് അല്ലെങ്കിൽ അവിടെയുള്ള ലീഡർ or let's say the CEO, if he is not having effective communication, of course his vision will not be communicated to the junior levels. അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് എന്താണോ ആ സ്ഥാപനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെക്കുറിച്ച് അതിൻ്റെ നേതാക്കൾക്ക് എന്താണോ വിഷൻ ഉള്ളത് അത് പ്രോപ്പറായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ഫെയിലിയറായി. അപ്പോൾ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഓഫ് കോഴ്സ് സേവ്സ് എ ലോട്ട് ഓഫ് എനർജി, ഇറ്റ് സേവ്സ് എ ലോട്ട് ഓഫ് മാൻ പവർ. ചില സമയങ്ങളിൽ വളരെ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് നമുക്കുണ്ടാകാം. അപ്പോൾ ആ നെഗറ്റീവ് സിറ്റുവേഷൻസ് വളരെ തന്മയത്വത്തോടു കൂടി നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റിയാൽ, ഒരു ആശയം കൈമാറാൻ പറ്റിയാൽ ആ നെഗറ്റീവ് സിറ്റുവേഷൻസ് തന്നെ ഇല്ലാതാക്കാൻ പറ്റും. If you are a very good, effective communicator, definitely you can say even no to a person in a very positive way. Suppose a person is asking you to do something which is wrong, and that person is very much friendly with you. ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ നോ പറയാനും പറ്റുന്നില്ല, പറയാതിരിക്കാനും പറ്റുന്നില്ല. ഇഫ് യു ആർ എ വെരി ഗുഡ് കമ്മ്യൂണിക്കേറ്റർ, ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വെച്ചിട്ട് നമുക്ക് അദ്ദേഹത്തിനോട് നോ എന്ന് വളരെ പോസിറ്റീവായിട്ട് പറയാൻ പറ്റും. ആൻഡ് യു ക്യാൻ വിൻ ഹിസ് ഫ്രണ്ട്ഷിപ്പ് അഗെയിൻ. സോ ലെറ്റ്സ് ട്രൈ ടു പ്രാക്ടീസ് some tips for effective communication. What are these tips? Use exact words. Concrete ആയിട്ട് പറ്റുന്ന കഴിയുന്നതത്ര സ്പെസിഫിക് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവായി. ആൻഡ് ദ കണ്ടന്റ് ഷുഡ് ബി ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ. സിംപ്ലിഫൈ ഇറ്റ്. വളരെ മനസ്സിലാകാൻ പറ്റുന്ന തരത്തിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആശയവിനിമയം നടത്താൻ പറ്റിയാൽ your communication is very effective. And also, understand the capacity of the receiver. സെൻഡർ പറയേണ്ടതെല്ലാം സെൻഡ് ചെയ്തുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ്? റിസീവറിനത് ഇത് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് നോക്കണം. ഉദാഹരണത്തിന് നഴ്സറി പഠിക്കുന്ന ഒരു കുട്ടിയോട് നമ്മൾ ഏത് തരത്തിലാണ് പറയേണ്ടത്? ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ. ദിസ് ഇസ് ദ വേ ഇറ്റ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ നഴ്സറി സ്റ്റുഡൻറ്റ്. അല്ലാതെ woods are lovely, dark and deep, but I have promises to keep, miles to go before I sleep and miles to go. പിള്ളേർ എന്താ വിചാരിക്കുക? So understand the capacity of the receiver. And also we need to blend both verbal and non-verbal communication. വാക്കുകളും യൂസ് ചെയ്യണം, ആംഗ്യഭാഷയും യൂസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ഇഫക്റ്റീവ് ആകാൻ പറ്റും. When you are speaking, speak with a moderate speed. ബടബടബടാന്ന് സംസാരിച്ചുകൊണ്ട് പോകുന്നത് ചിലപ്പോൾ പലരും കമൻറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. അത് വേണ്ട. വളരെ ഒരു റിഥമിക്കായിട്ട് സംസാരിച്ചാൽ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ഇഫക്റ്റീവായി. ആൻഡ് ഓൾസോ ഓൾവേസ് എൻകറേജ് ദ ലിസണർ ടു ഗിവ് ഫീഡ്ബാക്ക്. എന്നാലേ നമുക്ക് പറയുന്നത് അവർക്ക് മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള നമുക്ക് കിട്ടുകയുള്ളൂ. സോ ഇൻ സിമ്പിൾ ടേംസ്, all these tips, if you are utilizing, you can become very good communicator and you can shine well as a social work practitioner and a social work and a leader. In social work practice, we can say, all these 6 methods, let's understand in casework. Unless you are a proper listener and if you cannot convey the message to the client, of course, you will not be able to support him. Group work, ഗ്രൂപ്പിൻ്റെ ഇൻട്രാക്ഷൻ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ, അതിനനുസരിച്ചുള്ള ആശയവിനിമയം നടത്താൻ പറ്റിയില്ലെങ്കിൽ ഗ്രൂപ്പ് വർക്ക് ഫെയിലായി പോകും. കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനിൽ കമ്മ്യൂണിറ്റി ചെയ്യേണ്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കണം. ഇൻ സോഷ്യൽ ആക്ഷൻ,
If you want to make an agitation, ഒരു സാമൂഹ്യ തിന്മയ്ക്കെതിരെ നമുക്ക് അജിറ്റേഷൻ നടത്തണമെങ്കിൽ ജനങ്ങളെല്ലാം സ്വരൂപിക്കണം, അതിന് അവരോട് സംസാരിക്കണം, നമ്മൾ പറയുന്നത് അവർ മനസ്സിലാക്കണം, നമ്മൾ പറയുന്ന ആശയം അതേ രീതിയിൽ മനസ്സിലാക്കുകയും അവർ നമ്മൾ ഉൾക്കൊണ്ടു എന്ന് നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടുകയും ചെയ്യണം. So in communication, in social action, it's very important. And also, if you want to meet the authorities, ഗവൺമെൻറ് അടുത്ത് പോകുന്നു, ഉദ്യോഗസ്ഥരെ കാണുന്നു, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെ ചില നിയമനിർമ്മാണങ്ങൾ നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റണം പ്രോപ്പറായിട്ട്. ഇൻ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ, ഓഫ് കോഴ്സ്, ഇഫ് യു വാണ്ട് ടു ബി എ മാനേജർ, അഡ്മിനിസ്ട്രേറ്റർ and a project lead, a project manager, you should be having enough and proper effective communication skill. Social work research, of course, it is more of written communication. You have to draft a lot. You have to collect the details from the people. Survey edukanam, aalkare meet cheyanam, face-to-face interviews. All these things need communication skill. So, let's understand in summary, what is the process of communication? The components ചേർന്ന് sender, sending a message through a medium to the receiver, who gives the feedback, all these things. Let's draw a diagram and conduct a role play between you, even in your family, a situation, and follow some kind of types of communication. Formal, informal, be like a CEO and speak to a manager in one of your family members. Try it. And also improvise your communication skills so that in future when you are a social work practitioner or a leader, you can shine well. There is also the third part of this leadership and communication chapter is public relation. You can see this picture. There are so many press releases, press conferences, press meets done by our leaders. For what? This is to create an impression about the organization or the government among the public. Yes, doing the right thing at the right time and telling others that we have done it. This is public relation. I did the right thing at the right time and I told you that I have done it. Then only I am creating a public opinion about me in your mind. This is what's happening in all the organizations or the governments. This is public relations. Public relations, there are so many definitions which is in your text, you can see. This practice is a deliberate, planned and sustained effort to establish a mutual understanding between the organization and the public. Between the government, if we can say, or between the organization and the public. There are so many functions in public relations. Being public relations expert, you need to qualify your bachelor degree in social work or public relations or journalism or mass communications. And you need to develop your communication skills and so that you perform well in your future social work activities. Just to sum up, try to collect some kind of notices or brochures or newsletters which is being published from any organizations or the press release of a government and list out the capacities that you need to develop in future to become a public relations expert. Thank you very much.